ക്രാക്ക് NCERT എന്ന് പറയുന്ന സീരീസിൽ ഇന്ന് ഒരു കിഡിലനായിട്ടുള്ള ചോദ്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എല്ലാവരും. ഹൗ വിൽ യു കൺവേർട്ട് എഥനോയിക് ആസിഡ് ഇൻ ടു ബെൻസിൻ? എഥനോയിക് ആസിഡിനെ ബെൻസിനാക്കി എങ്ങനെയാണ് മാറ്റുക എന്നുള്ളത്. ഇത് സിംഗിൾ സ്റ്റെപ്പിലൂടെ കിട്ടുന്ന ആൻസർ അല്ല. നമ്മൾ പഠിച്ച പല പല റിയാക്ഷനുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ സ്ലൈഡ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു റിയാക്ഷനാണ്. ആ റിയാക്ഷൻ ഒരുപാട് കൺവേഴ്സ് ഇങ്ങനെ എഴുതി പോകാൻ പറ്റുന്ന റിയാക്ഷനാണ്. ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾ സെറ്റാണ് എന്നാണ് അർത്ഥം. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. വളരെ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓർഗാനിക് നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 2 കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് ആണ് അല്ലെ. CH3COOH എന്ന് പറയുന്ന ഈ എഥനോയിക് ആസിഡിനെ എന്താക്കി മാറ്റണം? ബെൻസീൻ ആക്കി മാറ്റണം. C6H6 എന്താണ്? ബെൻസീൻ എന്ന് പറഞ്ഞാൽ 6 കാർബണും 6 ഹൈഡ്രജനും 1 വട്ടം ഡബിൾ ബോണ്ട് വരുന്ന ബെൻസീൻ. ഈ എഥനോയിക് ആസിഡ് എങ്ങനെ ബെൻസീനാക്കി മാറ്റുക? ഇങ്ങനെ എഴുതി വെച്ച് നമുക്ക് മാർക്ക് കിട്ടില്ല കേട്ടോ. ഈ എഥനോയിക് ആസിഡിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ആക്കി മാറ്റാനേ കഴിയില്ല. കാരണം ഇതിലാകെ 2 കാർബണേ ഉള്ളൂ, ഇതിനകത്ത് 6 കാർബണുകളുണ്ട്. നമുക്കറിയാം ബെൻസീൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത്. നമ്മൾ പഠിക്കുന്ന ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബെൻസീനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതികൾ എന്തൊക്കെയാണ്? ഈഥൈൻ CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുന്നതിന് സൈക്ലിക് പോളിമറൈസേഷൻ പറയും. റെഡ് ഹോട്ട് അയൺ ടോപ്പിനകത്തോടെ 873 കെൽവിനിലൂടെ കടത്തിവിട്ടാൽ നമുക്ക് ബെൻസീൻ കിട്ടും, സൈക്ലിക് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹെക്സൈൻ എന്ന് പറയുന്ന 6 കാർബണുള്ള ലീനിയർ ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ ആയിട്ട് കിടക്കുന്ന ഹെക്സൈനിനെ നമുക്ക് ആരോമറ്റൈസേഷൻ ചെയ്തിട്ട് ക്രോമിയത്തിന്റെയോ വനേഡത്തിന്റെയോ ക്രോമിയത്തിന്റെയോ ഓക്സൈഡിൽ 773 കെൽവിൻ 10 to 28 പ്രഷറിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ബെൻസീൻ റിംഗ് കിട്ടും. അതുമല്ല എന്നുണ്ടെങ്കിൽ ഫീനോളിൽ സിങ്ക് ഡസ്റ്റ് ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് ഉണ്ടാക്കാം? ബെൻസീൻ ഉണ്ടാക്കിയെടുക്കാം. സോഡിയം ബെൻസോയേറ്റിന് സോഡ ലൈം ചേർത്താൽ നമുക്ക് ബെൻസീൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ ആളിൽ നിന്ന് നമ്മൾ പറഞ്ഞ ആളാക്കി മാറ്റി ബെൻസീനാക്കി മാറ്റണം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പല മെത്തേഡുകളിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഈഥൈനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. CH ട്രിപ്പിൾ ബോണ്ട് CH നിന്ന് എന്ത് ചെയ്യാം? സൈക്ലിക് പോളിമറൈസേഷൻ വഴി എന്ത് ചെയ്യാം? നമുക്ക് ബെൻസീൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത് ഈഥൈനാണ്. അപ്പോൾ ഇവനെ എങ്ങനെ ഈഥൈനാക്കി മാറ്റാം? ഇതിലുള്ള CH3COOH എന്ന് പറയുന്ന ഇവനെ നമുക്ക് CH ട്രിപ്പിൾ ബോണ്ട് CH ആക്കി മാറ്റണം. എങ്ങനെയാണ്? അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏത് റിയാക്ഷൻ എഴുതപ്പെടും ബാലൻസർ റിയാക്ഷൻ ആയിരിക്കണം എന്നൊരു നിർബന്ധവുമില്ല. അവരുടെ എണ്ണം കൃത്യമായിട്ട് നമ്മൾ എവിടെയും മാർക്ക് ചെയ്യേണ്ടതില്ല. ഇവരെ റിയാക്റ്റിൽ എന്ത് കിട്ടുമെന്ന് മാത്രം എഴുതിയാലും മതി. അതിലും മെയിൻ പ്രൊഡക്റ്റ് മാത്രം എഴുതിയാലും മതി. ബൈ പ്രൊഡക്റ്റ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല കൺവേർഷൻസ് ഒന്നും പ്രത്യേകിച്ച്. ഞാൻ എഴുതി തുടങ്ങട്ടെ. CH3COOH എന്ന് പറയുന്ന എഥനോയിക് ആസിഡ്. ഈ എഥനോയിക് ആസിഡ് നമുക്ക് വേണ്ടത് ഇവരെ നമുക്ക് ആദ്യം കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിനെ CH4 ആക്കി മാറ്റാൻ പോകുന്നു. ഒരൊറ്റ കാർബണുള്ള ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റാൻ പോവുകയാണ്. ഈ COOH നമുക്ക് ഇവിടെ വേണ്ട. കാർബോക്സിലിക് ആസിഡ് നമുക്ക് ഇവനെ വേണ്ട. കാർബോക്സിലിക് ആസിഡ് എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യണം. സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ H ആയിരിക്കരുത്, ഇവിടെ Na ആയിരിക്കണം. അതിനായി ഞാൻ ആദ്യം ചെയ്യുന്നത് ഇവിടെ NaOH വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. NaOH ട്രീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് CH3COONA ആണ്. ഈ CH3COONAയിൽ നമ്മൾ എന്ത് ചെയ്യണം? സോഡ ലൈം വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. സോഡ ലൈം എന്ന് പറഞ്ഞാൽ NaOHും CaOയുമാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? Na2CO3 പോയിട്ട് ഇതാ Na2CO3 പോയിട്ട് H ഇവിടെ വരും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് CH4 ആണ്. സർ CH4നോടൊപ്പം തന്നെ നമുക്ക് Na2CO3 കിട്ടുന്നില്ലേ? അത് നമുക്ക് അവിടെ എഴുതണ്ട. ബൈ പ്രൊഡക്റ്റുകളൊന്നും എഴുതണ്ട. ഈ കൺവേർഷൻ മനസ്സിലായോ? CH3COOHൽ NaOH ചേർത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കാർബോക്സിലിക് ആസിഡ് ആണ്. ഇത് ആസിഡ് ആണ്, ഇത് ബേസ് ആണ്. ആസിഡ് ബേസ് ചെയ്താൽ നമുക്ക് സാൾട്ട് കിട്ടും. അത്രയേ ഉള്ളൂ. സോഡിയം സാൾട്ടും കാർബോക്സിലിക് ആസിഡ് കിട്ടി. അതിനെ സോഡ ലൈമായിട്ട് ട്രീറ്റ് ചെയ്ത് നമുക്ക് എന്താണ്? Na2CO3 പോയിട്ട് ബാക്കി CH4 കിട്ടി. ഈ CH4 അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? CH ട്രിപ്പിൾ ബോണ്ട് CH ആണ് വേണ്ടത്. അപ്പോൾ 2 കാർബൺ നമുക്ക് അവിടെ വേണം. ഈ CH4നെ എനിക്ക് CH3 ആക്കി മാറ്റണം ആദ്യം. എന്നിട്ട് പതുക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ CH3 ആക്കി മാറ്റണം. ഇവിടെ ഒരു CH4, ഒരൊറ്റ CH4 ഉള്ളൂ. എനിക്ക് ഒരു C3 വേണം, ഇവിടെ ഒരു C3 വേണം. സാർ 2 CH3 ഇങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ അത് വൂട്ട്സ് റിയാക്ഷൻ വഴി നടക്കില്ലേ? സൂപ്പർ, വൂട്ട്സ് റിയാക്ഷൻ വഴി നടക്കും. പക്ഷെ വൂട്ട്സ് റിയാക്ഷൻ ആയിരിക്കണമെങ്കിൽ ഇത് CH4 ആയിരിക്കരുത്, ഇത് CH3Cl ആയിരിക്കണം. ഈ CH3Cl സോഡിയമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ക്ലോറിനുകൾ പോയിട്ട് CH3 കൂടെ കണക്ട് ആവും. വൂട്ട്സ് റിയാക്ഷൻ അല്ലേ? അപ്പൊ ഈ CH4നെ ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലോറിനുമായിട്ട് ആദ്യം ട്രീറ്റ് ചെയ്തിട്ട് ക്ലോറുമായിട്ട് ലൈറ്റിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? CH3Cl കിട്ടുക. ഇപ്പൊ നമുക്ക് കിട്ടിയില്ലേ? CH3Cl കിട്ടിയില്ലേ? ഈ CH3Cl വൂട്ട്സ് റിയാക്ഷൻ നടത്തിയാൽ പോരെ? ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ CH3Cl എന്ത് ചെയ്യാൻ പോവുകയാണ്? വൂട്ട്സ് റിയാക്ഷൻ നടത്തുന്നു. അതായത് സോഡിയം ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്നു. സോഡിയം ഡ്രൈ ഈതറിന്റെ പ്രസൻസ് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വൂട്ട്സ് റിയാക്ഷൻ ആണ്. വൂട്ട്സ് റിയാക്ഷൻ. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ CH3കളിൽ സോഡിയം ട്രീറ്റ് ചെയ്താൽ CH3Cl ഇതിൽ സോഡിയം ട്രീറ്റ് ചെയ്താൽ സോഡിയം ഈ ക്ലോറിനെ കൊണ്ടുപോകും. CH3 കൂടെ കണക്ട് ആയി. അപ്പോൾ പ്രൊഡക്റ്റ് എന്താണ് വരുന്നത്?
CH3 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 ഇടയ്ക്ക് ഈ പെൻ ഇച്ചിരി പ്രശ്നം കാണിക്കുന്നുണ്ട്. CH3 CH3 റെഡി. സാർ ഇവിടെ നമുക്ക് ആകെ ഒരു CH3 Cl അല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് സാർക്ക് ഇവിടെ 2 CH3 വന്നത് എന്നാണ് നിങ്ങളുടെ ഡൗട്ട് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ്. ബാലൻസ്ഡ് അല്ല നിങ്ങൾ നോക്കേണ്ടത്. ഇത് ബാലൻസ്ഡ് അല്ല. CH3 ക്ലോറോ മീഥൈനിൽ സോഡിയം ട്രീറ്റ് ചെയ്താൽ അതിനകത്തുള്ള ക്ലോറിനുകളെല്ലാം കൊണ്ടുപോയി മീഥൈൽ ഗ്രൂപ്പും കൂടെ പരസ്പരം കണക്ട് ആവും. ഈ ഐഡിയ ആണ് വേണ്ടത്. ഈ റിയാക്ഷൻ ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ റെഡി. CH3 CH3 കൂടെ കണക്ട് ആയി. നമുക്കിവിടെ ഡബിൾ ബോണ്ട് അല്ല, സിംഗിൾ ബോണ്ട് അല്ല വേണം. നമുക്ക് എന്താണ് ട്രിപ്പിൾ ബോണ്ടാണ് വേണ്ടത്. ട്രിപ്പിൾ ബോണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സിംഗിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കി മാറ്റണം. ഡബിൾ ബോണ്ടിനെ പിന്നീടാണ് ട്രിപ്പിൾ ബോണ്ട് ആക്കി മാറ്റുക. അതായത് ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ട് വരണം. എങ്ങനെ? ഡബിൾ ബോണ്ട് വരുമ്പോൾ ഇവിടെയുള്ള ഒരു ഹൈഡ്രജനും ഇവിടെയുള്ള ഒരു ഹൈഡ്രജനും കൂടെ കുറയും അല്ലേ? ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഒരു ഹൈഡ്രജൻ കുറയും. അപ്പൊ ഇവിടുത്തെ ഒരു ഹൈഡ്രജനും ഇവിടുത്തെ ഒരു ഹൈഡ്രജനും കൂടെ കൊണ്ടുപോകാൻ കഴിവുള്ള ആരെങ്കിലും വരണം. സാർ ഇവിടുത്തെ ഒരു ഹൈഡ്രജനെയും ഇവിടുത്തെ ഒരു ക്ലോറിനെയും കൊണ്ടുപോകാനാണെങ്കിൽ ആൽക്കഹോളിക് AO ചേർത്താൽ പോരെ? ആൽക്കഹോളിക് AO ചേർത്താൽ ഇവിടുത്തെ ഒരു ഹൈഡ്രജനെയും ഇവിടുത്തെ ഒരു ക്ലോറിനെയും കൊണ്ടുപോയിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് കിട്ടില്ലേ? അതായത് ഇവിടെ ക്ലോറിൻ ആണെങ്കിൽ ആൽക്കഹോളിക് AO ചേർത്താം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലോറിനെ നമുക്ക് വരുത്താം. ക്ലോറിനെ വരുത്താൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് Cl2 ജസ്റ്റ് ആഡ് ചെയ്താൽ പോരെ? ലൈറ്റിന്റെ പ്രസൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോറിനെ ആഡ് ചെയ്യുന്നു. ലൈറ്റിന്റെ പ്രസൻസ് ക്ലോറിൻ CH3 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? CH3 CH2 Cl ആയിട്ട് മാറും അല്ലേ? CH3 CH2 Cl ആയിട്ട് മാറും. ഇനി ഇവിടെയുള്ള ഹൈഡ്രജനെയും ഇവിടെയുള്ള ക്ലോറിനെയും കൊണ്ടുപോകാൻ നമ്മൾ ആരെ ചേർക്കുകയാണ്? ആൽക്കഹോളിക് AOH ചേർക്കുകയാണ്. ആൽക്കഹോൾ അടിച്ചിട്ട് KOH വരികയാണ്. എന്ത് സംഭവിക്കും? ഇവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ ക്ലോറിനും പോയിട്ട് ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് കിട്ടും. പ്രോഡക്റ്റ് എന്താണ്? CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് കിട്ടും. റെഡി. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 വരെ എത്തി. നമുക്കിവിടെ CH2 ഡബിൾ ബോണ്ട് CH2 അല്ല, മറിച്ച് CH ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് CH ആണ് അല്ലെ? CH ട്രിപ്പിൾ ബോണ്ട് CH. ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോകണം, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോകണം, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോകണം, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോകണം, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരണം. സാർ ഇവിടുത്തെ ഹൈഡ്രജൻ കളയാനുള്ള ഒരു വഴിയൊന്നുമില്ല. നേരെ മറിച്ച് ഇവിടെയൊക്കെ ഹാലജൻ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഇവിടുത്തെ ഹാലജനും അവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ ഹാലജനും കൂടെ കളയാമെന്ന് ഒരു ഐഡിയ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. അങ്ങനത്തെ ഒരു റിയാക്ഷൻ കൂടി ഉണ്ട്. ഇവൽ ഞാൻ എന്ത് ചെയ്യുകയാണ് മക്കളെ? ബ്രോമിനെ ചേർക്കുകയാണ്. ബ്രോമിനെ ചേർക്കുന്നു. Br2 ബ്രോമിനെ ചേർത്തു എന്ന് പറഞ്ഞാൽ ബ്രോമിൻ ഒന്ന് ഇവിടെയും വരും. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറിയ മൊത്തം പ്രശ്നമാണല്ലോ സാർ. നമ്മളിപ്പോൾ ഡബിൾ ബോണ്ട് ആക്കി വെച്ചില്ലല്ലോ, പിന്നെ എന്തിനാ സിംഗിൾ ബോണ്ട് ആക്കുന്നത്? ശ്രദ്ധിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ക്ലിയർ ആക്കി തരാം. ഇവിടെ ഒരു ബ്രോമിൻ വരും. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പോൾ CH2 താഴെ ഒരു Br വന്നു, സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. CH2 താഴെ ഒരു Br. റെഡി. ഇപ്പൊ മൊത്തം നിങ്ങൾക്ക് അയ്യോ എന്തിനാണ് ഡബിൾ ബോണ്ട് വരെ കിട്ടിയതല്ലേ, പിന്നെ എന്തിനാ അതിന് സിംഗിൾ ബോണ്ട് ആക്കുന്നത് എന്ന് തോന്നിയേക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഹൈഡ്രജനെയും ഇവിടുത്തെ ഒരു ബ്രോമിനെയും കളയുന്നു. എങ്ങനെ? ആൽക്കഹോളിക് KOH വെച്ചുകൊണ്ട്. ആൽക്കഹോളിക് KOH വെച്ചാൽ ഇവിടുത്തെ ഒരു ഹൈഡ്രജനും ഇവിടുത്തെ ഒരു ബ്രോമിനും കൂടെ പോയിട്ട് നമുക്ക് എന്താ കിട്ടുക? ബാക്കി CH, ഇവിടെ Br ആണ്, ഇവിടെ ഡബിൾ ബോണ്ട് CH2, ഇവിടുത്തെ Br പോയി അല്ലേ? ഇവിടുത്തെ Br പോയപ്പോൾ CH2, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയപ്പോൾ CH, ഡബിൾ ബോണ്ട് വന്നേ. ഇനി നമുക്ക് ആരെ കളയണം? ഇവിടുത്തെ Brഉം ഇവിടുത്തെ Hനെയും കളയണം. എങ്ങനെ? ഇവിടെയുള്ള Brഉം ഇവിടെയുള്ള Hനെയും കളയണം. ഇവിടെയുള്ള Brനെയും ഇവിടെയുള്ള Hനെയും കളയാൻ വേണ്ടി നമ്മൾ എന്താ ചേർക്കുക? ഒന്ന് ഓർക്കുന്നുണ്ടോ? ഇതിൻ്റെയൊക്കെ കളർ ഞാനൊന്ന് മാറ്റട്ടെ. ഞാൻ ഇത്ര നേരം റെഡ് കളറിൽ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആൽക്കഹോളിക് AO ചേർത്ത് വരെയുള്ള റിയാക്ഷൻ ക്ലിയർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇവിടുത്തെ Brനെ ഇവിടുത്തെ Hനെയും കളയും. ഇവിടുത്തെ Brനെ ഇവിടുത്തെ Hനെയും കളയാൻ നമുക്ക് വീണ്ടും ആൽക്കഹോളിക് AO ചേർത്താൽ പോരെ എന്ന് തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അങ്ങനെ തോന്നൽ ഉണ്ടായേക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുണ്ട്. സിംഗിൾ ബോണ്ട് ആണെങ്കിലേക്ക് ഇത് നടക്കത്തുള്ളൂ. ഡബിൾ ബോണ്ട് ഇരിക്കുന്ന കേസുകളിൽ ഇവിടുത്തെ ഹൈഡ്രജൻ ഇവിടുത്തെ ബ്രോമിനെ കൊണ്ടുപോകാൻ ഇവനെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ അവിടെ ചേർക്കാൻ പോകുന്നത് NaNH2 ആണ്. NaNH2. അപ്പൊ ഈ സോഡിയം ഇവിടെയുള്ള ബ്രോമിനെ NaBr കൊണ്ടുപോകും. ഇവിടുത്തെ NH2 ഇവിടുത്തെ Hനെയും കൊണ്ടുപോയി NH3 ആയിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ ഇവിടുത്തെ ബ്രോമിനെയും കളഞ്ഞ് CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് വരും. എന്താണ് പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുക? CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് കിട്ടി. റെഡി. CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് കിട്ടി. ഇനി ഈ CH ട്രിപ്പിൾ ബോണ്ടിന് CHനെ എന്ത് ചെയ്താൽ നമുക്ക് ബെൻസീനായിട്ട് മാറും? റെഡ് ഹോട്ട് അയൺ ട്യൂബിനകത്തൂടെ കടത്തിവിടുക.
873 കെൽവിൻ ലൈറ്റ്. ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഈ തൈനുകളെല്ലാം തന്നെ വട്ടത്തിൽ ചേർന്ന് നമുക്ക് സൈക്ലിക് പോളിമറൈസേഷൻ വഴി എന്താണ് കിട്ടുക? ബെൻസീൻ റിംഗ് ആണ് കിട്ടുക. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും റിയാക്ഷനുകൾ, ഈ ഒരു ചോദ്യം ഒരുപക്ഷെ എക്സാമിന് വരാനുള്ള സാധ്യത കുറവാണെങ്കിലും ഈ ഒരു റിയാക്ഷനിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ പഠിച്ച പല റിയാക്ഷനുകളെയും ഒരൊറ്റ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ചോദ്യങ്ങൾക്കായിട്ട് വീണ്ടും കാത്തിരിക്കുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ NCERT ക്രാക്ക് NCERT എന്ന് പറയുന്ന ഒരു NCERT സീരീസിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാത്തിരിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്.